മക്കളെ, റാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ചോദ്യത്തിനാണ് തുടങ്ങുന്നത് കേട്ടോ. മാഷേ, ബയോളജിയിൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ നിരന്തരം ഒരു റെസ്റ്റും ഇല്ലാതെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോണിലേക്ക്. ഒരുപാട് മക്കൾ ഇന്നലെ ലൈവ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ ചോദിക്കുകയാണ്, ഏത് ചാപ്റ്റർ എന്നാ സാറേ ഞാൻ കൂടുതൽ പഠിക്കേണ്ടത്? നമുക്ക് അതിനൊരു കൃത്യമായ ഒരു മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോരുത്തർക്കും ഇങ്ങനെ മറുപടി കൊടുക്കുന്നതിന് പകരം ഇനിയിപ്പോൾ ആരെയും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനൊരു കണക്ക് നിങ്ങളെ അവതരിപ്പിക്കാം. ആ കണക്ക് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്റർ നിന്നാണ്, അല്ലെ, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് ഞാൻ പഠിക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനൊരു കണക്ക് കാണിച്ചു തരാം. നോക്ക്, ഈ കണക്ക് കണ്ടോ നിങ്ങൾ? സാറ് കുറച്ചൊന്ന് തപ്പിയിട്ട് ഇതിനൊരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിസ്ക് എടുത്തിട്ട് എന്നെ ഉണ്ടാക്കിയ ഒരു സാധനം തന്നെയാണ്. ഒന്ന് നോക്ക്, ഇവിടെ എന്താണെന്നറിയോ, നമുക്ക് ബയോളജിയിൽ എത്ര ചാപ്റ്റർ ഉള്ളത്? 8 ചാപ്റ്റർ ഉള്ളത്, അല്ലേ? അപ്പൊ ആ ചാപ്റ്റർ ഇതാ 1, 2, 3, 4, 5, 6, 7, 8 നേരത്തെ കൊടുത്തിട്ടുണ്ട് ചാപ്റ്ററുടെ പേരൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, അല്ലേ? ഓക്കെ, അതൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ഇനി ഇവിടെ എന്താ അറിയോ, 2020, 2021, 2022, 2023, 2024 ഇതാണ് ഇപ്പൊ ഞാൻ 2020 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ റെഫർ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തു. എന്നിട്ട് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നോക്ക്, ഫസ്റ്റ് ഞാൻ നോക്കാം. 2020 എടുക്കുകയാണെങ്കിൽ 2020 ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് ചോദിച്ചത് അറിയോ? 7 മാർക്കിന് ചോദിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് ചോദിച്ചു, അല്ലേ? മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും 8 മാർക്കിന് ചോദിച്ചു കേട്ടോ. നാലാമത്തെ ചാപ്റ്ററിന് 7 മാർക്ക്, അല്ലെ? നമ്മൾ ആ കീപ്പിംഗ് ഡിസീസസ് അവേ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, രോഗങ്ങളുടെ ചാപ്റ്റർ, 7 മാർക്ക്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിനും 7 മാർക്ക്. 6ാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക്, അല്ലെ? അതേപോലെ 7ാമത്തെ ചാപ്റ്ററിന് 4 മാർക്ക്. 8ാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക്. ഇതാണ് 2020. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 2021 വരുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അന്ന് കോവിഡ് സമയം. അന്നത്തെ പ്രത്യേകം എന്താ പറയുക, പരീക്ഷന്റെ ഒരുപാട് ചോദ്യങ്ങൾ വേറെ ഇഷ്ടം പോലെ തരും. ഒരുപാട് ചോദ്യങ്ങൾ തന്നിട്ട് ആ ചോദ്യങ്ങൾ ഏതാ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ വന്നപ്പം അവിടെ നോക്ക്, അവിടെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മാർക്കിന്റെ എണ്ണം കൂടുന്നത് കേട്ടോ, അല്ലെ? മാർക്കിന്റെ ഈ അളവ് കൂടുന്നത്. നോക്ക്, ഒന്നാമത് അവിടെ നിന്ന് 12 മാർക്കിന് ചോദിച്ചു. എത്ര മാർക്കിനാ? 12 മാർക്കിന്. രണ്ടാമത് പാടുന്നോ 15 മാർക്കിന് ചോദിച്ചു. മൂന്നാമത് പാടുന്നോ 13 മാർക്കിന് ചോദിച്ചു. അതേപോലെ 4ാമത്തെ ചാപ്റ്ററിന് 11 മാർക്കിന് ചോദിച്ചു. 5ാമത്തെ ചാപ്റ്ററിന് 12 മാർക്ക്. 6ാമത്തെ ചാപ്റ്ററിന് 8, 7, 4, 8, 6. നിങ്ങൾ ഇതിലൊരു ഈ 2 വന്നപ്പോൾ നിങ്ങൾക്ക് കാര്യം ശ്രദ്ധിച്ചോ? എന്താണെന്നറിയോ, ഈ 5 കഴിഞ്ഞ് 6, 7, 8 എത്തുമ്പം മാർക്കിന്റെ അളവിൽ ചെറിയൊരു കുറച്ചിൽ വരുന്നുണ്ട്. കണ്ടോ? 6, 4, 6, 8, 8, അല്ലെ? ഇവിടെ 8 ഉണ്ട്, 4, 6 ഇങ്ങനെ. ഇനി നമുക്ക് വഴിയെ മറ്റൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഇത് പിടികിട്ടി. എന്താണെന്നറിയോ, ഇവിടെ അടുത്ത് കഴിഞ്ഞ പരീക്ഷ ക്രിസ്മസ് പരീക്ഷയാണ്, അല്ലെ? മോഡൽ പരീക്ഷയുടെ തൊട്ടുമുള്ളത് ക്രിസ്മസ് പരീക്ഷ. അപ്പൊ ക്രിസ്മസ് പരീക്ഷ കുട്ടികൾ നല്ല ഊന്നി പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് പൊതുവെ ആ ലാസ്റ്റ് ഭാഗത്തുള്ള അല്ലെ ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കുറച്ചിട്ടുണ്ട്, മാർക്കിന് കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധപ്പെടാൻ പറ്റും. നമുക്ക് അടുത്തോ നോക്കാം. 2022 നോക്ക്. എന്താ അല്ലെ, ഒന്നാമത് ചാപ്റ്ററിന് 6 മാർക്ക്. രണ്ടാമത്തെ ചാപ്റ്ററിന് 9 മാർക്ക്. മൂന്നാമത്തെ ചാപ്റ്ററിന് 12 മാർക്ക്. 4ാമത്തെ ചാപ്റ്ററിന് 8 മാർക്ക്. 5ാമത്തെ ചാപ്റ്ററിന് 8 മാർക്ക്. 6ാമത്തെ ചാപ്റ്ററിൽ ലഭിക്കും 7, 3, 7, അല്ലെ? ഏകദേശം വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അവിടെ നോക്ക്, 7, 7 കണ്ടോ? അപ്പൊ നമുക്ക് അതും ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ലാസ്റ്റ് ചാപ്റ്ററുകൾ വല്ലാതെ പഠിക്കണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഞാൻ പറയും കേട്ടോ. ഇനി 2023 നോക്കട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ 7 മാർക്ക്. രണ്ടാമത്തെ ചാപ്റ്റർ 8 മാർക്ക്. മൂന്നാമത്തെ ചാപ്റ്റർ 8 മാർക്ക്. 4ാമത്തെ ചാപ്റ്റർ 7 മാർക്ക്. 5ാമത്തെ ചാപ്റ്റർ 7 മാർക്ക്. ഇനി 6ക്ക് എത്തുമ്പോൾ 6, 4, 6, അല്ലെ? കുറച്ചുകൂടി കുറഞ്ഞു. 2024 ലാസ്റ്റ് കൊല്ലം പരീക്ഷ നോക്ക്. ഒന്നാമത്തെ ചാപ്റ്ററിന് 11 മാർക്ക്. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ തീരെ കൺസിഡറേഷൻ കൊടുക്കാത്തൊരു ചാപ്റ്ററാ. അതിന് 11 മാർക്ക് ചോദിച്ചു. രണ്ടാമത്തെ എന്താണ് ചാപ്റ്ററിനോ 4 മാർക്ക്. പറ്റ അങ്ങോട്ട് കുറച്ച്, അല്ലെ? മൂന്നാമത്തെ ചാപ്റ്ററിനോ 7 മാർക്ക്. 4ാമത്തെ ചാപ്റ്ററിന് 7 മാർക്ക്. 5ാമത്തെ ചാപ്റ്ററിന് 8 മാർക്ക്. 6ാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക്. അതേപോലെ 7ാമത്തെ ചാപ്റ്ററിന് 4 മാർക്ക്. 8ാമത്തെ ചാപ്റ്ററിന് 6 മാർക്ക്. ഇനി ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു ഇളവും കൊടുക്കാത്ത 2 ചാപ്റ്ററുകൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ഇളവും കൊടുക്കാത്ത 2 ചാപ്റ്റർ അല്ല, 3 ചാപ്റ്റർ. അത് അല്ലെ, ഈ 3 ചാപ്റ്റർ അല്ലല്ലോ, അല്ലെ? ഇവിടെ നോക്ക്, ഈ 1 മുതൽ 2, 3, 4, 5 ഈ കാണുന്ന ഈ 5 ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പോലെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ 6, 7, 8 അതിൽ 7 കുറച്ച് കുറവാണ്. കണ്ടങ്ങൾ 4, 4, 3, 4, 4 കാരണം ചെറിയ ചാപ്റ്റർ ആണ്, അതിന് ചെറിയ ചോദ്യങ്ങളെ വരുള്ളൂ. ബാക്കിയുള്ള അപ്പോൾ ഇതിലിപ്പോൾ ആകെ അറ്റി കുറക്കാനുള്ളത് ഇപ്പൊ നമുക്കറിയാം 4ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണല്ലോ. പക്ഷെ 4ാമത്തെ ചാപ്റ്റർ നോക്കിയാൽ നിങ്ങൾ 7, 11, 8, 7 ഒരു കുറവ് ചോദ്യത്തിൽ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇളവ് വരുത്താൻ പറ്റുന്ന സാധ്യത ആകെ ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഏതാണ്? 7ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നിങ്ങൾ ചോദിച്ച ചോദ്യം മാഷേ ഏത് ചാപ്റ്റർ തോനെ പഠിക്കേണ്ടത് ചോദിച്ചാൽ എന്ത് മറുപടി ഞാൻ തരിക? അപ്പോൾ ഒറ്റ കൺക്ലൂഷനേ ഉള്ളൂ, അങ്ങനെ വെയിറ്റേജ് എന്ന് പറഞ്ഞൊരു സംവിധാനേ ഇല്ല ബയോളജിയെ സംബന്ധിച്ചിടത്തോളം. ബയോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിക്ക് പഠിച്ചോളണം. എല്ലാ ചാപ്റ്ററും വൃത്തിക്ക് പഠിച്ചവർക്ക് A+ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു സംഗതി നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ രേഖ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നു, വേണേ പോയി പരിശോധിക്കാം. നിങ്ങൾക്ക് ഞാൻ കുറെ കുത്തിരുന്ന് നോക്കിയിട്ട് രേഖ മൂലം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിൽ ഏത് ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെ ചാപ്റ്റർ ഉണ്ടോ? ഇല്ല. പിന്നെ കുറച്ച് കുറക്കാൻ ഇതിൽ 7 കുറക്കാം. പക്ഷെ അത് കുറച്ച് A+ ഉള്ളവർക്ക് പോകൂലേ? ഈ 4 മാർക്കായിട്ട് പോയാൽ അങ്ങനെ ഉണ്ടാവും, A+ പോകൂലേ? 4 മാർക്കല്ല, എന്താണ് 4 മാർക്ക് പോയാൽ 36 മാർക്കായി. പിന്നെ ഒരു മാർക്ക് കൂടി പോയാൽ എന്തായി? A+ പോയി. 35 എത്തിയ A+ പോയി, A ആയി. അപ്പൊ നോക്കിയാൽ നിങ്ങൾ അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിക്കാതെ പോകൂല. 1 പഠിക്കണം, 2 പഠിക്കണം, 3 പഠിക്കണം, 4 പഠിക്കണം, 5 പഠിക്കണം, 6 പഠിക്കണം, 7 പഠിക്കണം, 8 പഠിക്കണം. വൃത്തിക്ക് പഠിച്ചു പോയാലേ നിങ്ങൾക്ക് A+ ലഭിക്കുള്ളൂ. ഇനി ഇമ്മാരത്തെ ചോദ്യവുമായിട്ട് നിങ്ങൾ ആരും വരണ്ട, കുത്തിരുന്ന് അങ്ങ് പഠിച്ചോളി 1 മുതൽ 8ാമത്തെ ചാപ്റ്റർ വരെ. അപ്പൊ കാണാം. ബൈ.